ഒരു ഇൻസ്റ്റാഗ്രാം പേജും കോക്രോച്ച് മീമും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ 5 ദിവസം കൊണ്ട് 20 മില്യണിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ കോക്രോച്ച് ജനതാ പാർട്ടി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കയാണ് ഇക്കാര്യം അറിയിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജൂൺ 6-ന് അഭിജിത്ത് US-ൽ നിന്ന് ഇന്ത്യയിലെത്തും. പ്രവർത്തകർ വിമാനത്താവളത്തിലെത്തണമെന്നും തുടർന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CJP സ്ഥാപകൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ കൂറ്റൻ പിന്തുണ തെരുവിലേക്ക് വ്യാപിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിയുമോ? ഭരണകൂടത്തെ ഏറെ സമ്മർദ്ദത്തിലാക്കിയ കോക്രോച്ച് സംഘം തെരുവിലിറങ്ങുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാക്കുക? കാണാം RD Extra. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം ആരംഭിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ജൂൺ 6-ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തും. ശേഷം ഡൽഹി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പദ്ധതി. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അഭിജിത്ത് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹി വിമാനത്താവളത്തിലെത്തുന്ന സമയത്ത് പ്രവർത്തകർ അവിടേക്ക് എത്താനും അഭിജിത്ത് ആഹ്വാനം ചെയ്തു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നും പ്രതിഷേധിക്കാൻ അനുമതി തേടുമെന്നും അഭിജിത്ത് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണത്തെ തുടർന്ന് നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് അഭിജിത്ത് ദീപ്കെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ നിരന്തര വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. ആക്ഷേപഹാസ്യ രൂപേണ കോക്രോച്ച് പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായാണ് അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലെത്തുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായ അഭിജിത്ത് ദീപ്കെ നിലവിൽ ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. RD Extra ന്യൂസ് മലയാളം. ജൂൺ 6-ന് താൻ ഇന്ത്യയിലെത്തുമെന്നും അന്ന് തന്നെ നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അറിയിച്ചു. मैंने डिसाइड किया है मैं 6 जून सैटरडे सुबह दिल्ली आऊँगा. आप सब मुझे एयरपोर्ट पर मिलिए. हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहाँ पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे. इंडिया का कॉन्स्टिट्यूशन हमें राइट देता है कि गलत के खिलाफ हम पीसफुल तरीके से अपनी आवाज़ उठा सकते हैं. उसी कॉन्स्टिट्यूशन के अकॉर्डिंग हम अपनी आवाज़ उठाएंगे और मैं उम्मीद करता हूँ जितने भी कॉकरोच जनता पार्टी के सपोर्टर्स हैं और जितने भी स्टूडेंट्स और यूथ इस सिस्टम से परेशान हैं वो इस प्रोटेस्ट में शामिल होंगे. ശ്യാമിലി, ഇത് ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ള വാർത്തകളുമൊക്കെ വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഈ വൈറലായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു സംഘടനാ സ്വഭാവത്തിൽ അതിനെ നിലനിർത്തണമെങ്കിൽ ഒരുപക്ഷെ അത് തെരുവിലിറങ്ങിയേ മതിയാകൂ എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനത്തിന് തെരുവിലിറങ്ങാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇടപെടാൻ തക്കവണ്ണമുള്ള സംഘടനാ ശേഷി എവിടെ നിന്ന് ആർജിക്കും? അതിനുള്ള ഒരു സംവിധാനമല്ലല്ലോ, ഒരൊറ്റ വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു ചിന്തയാണല്ലോ. അതുകൊണ്ട് എങ്ങനെ അത് സാധ്യമാവും എന്നുള്ള ചർച്ച, അതും ഇത് രണ്ടും ഒരുമിച്ച് ഉയർന്നു വന്ന ചർച്ചയാണ്. എന്താ തോന്നുന്നത്? ഇപ്പോൾ അവരെന്തായാലും പുറത്തിറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക്, പാർട്ടികൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്ത് തോന്നുന്നു? നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 22.3 മില്യൺ ആണ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവരുടെ ഫോളോവേഴ്സ് എന്നുള്ളത്. അതിലൊരു കുറച്ച് പേര് ഫേക്കാണെന്നും ചുമ്മാ അങ്ങ് കൂട്ടി ഇവിടെ എന്താ നടക്കാൻ വരുന്നത്, എങ്കിൽ പോലും ഒരു 2-3 മില്യൺ അങ്ങ് കുറച്ച് പേര്, എങ്കിൽ പോലും ഉണ്ടല്ലോ ഒരു 19 മില്യണും അല്ലെങ്കിൽ 20 മില്യൺ അടുത്തുള്ള ആളുകൾ. അപ്പോൾ ഇത്ര ആളുകളൊന്നും എന്തായാലും അവിടെ എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഒരു 7 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ പ്രതിപക്ഷ, അതായത് NDA ഇതര കക്ഷികൾ ഭരിക്കുന്ന ഒരു സ്ഥലമുള്ളത്. അവിടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുണ്ട്. അവിടെയൊക്കെ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്കെതിരായി കേന്ദ്രം പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടപഴകുമ്പോഴോ മറ്റേതെങ്കിലും വിരുദ്ധ മുൻകാല നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം സ്വീകരിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കം ശബ്ദമായി വരുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ഉള്ളവരും അവിടുത്തെ മീഡിയാസും അടക്കം ചില വാർത്തകളും ചില വസ്തുതകളൊക്കെ തുറന്നു കാണിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. ഒരു വേള ചില എതിർ ശബ്ദങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഭയങ്കര സബ്റ്റിലാണ്, അങ്ങനെയില്ല. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, കുറേയൊക്കെ ഈ കേന്ദ്ര സർക്കാരിൽ ഇവിടെയുള്ള ജനങ്ങൾ ഭയങ്കര സംതൃപ്തരാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ, പ്രതിപക്ഷ പാർട്ടികൾക്കൊരു രാഷ്ട്രീയ നിറമുണ്ട്. അപ്പോൾ അത് വിമർശിക്കുമ്പോൾ അതിനൊക്കെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന നിലക്കാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ അതൊരു രാഷ്ട്രീയ ഒത്തുനോക്കലാവും. അത് ചില ഘട്ടങ്ങളിൽ ഒരു ത്രാസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകും എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുപ്പിൽ പോലും മാറ്റുരയ്ക്കുമ്പോഴും മറ്റേതിനാണല്ലോ ഇപ്പോൾ വെയിറ്റേജ് കൂടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഓൺലൈൻ, അതായത് ഈ പ്രമുഖ പാർട്ടികളുടെയൊക്കെ ഓൺലൈനിലേക്കാൾ അധികം ഫോളോവേഴ്സ് നിലവിൽ ഈ CJPക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അതിശയത്തോടെയാണ് കാണുന്നത്. അത്രയും ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം പുറത്തെത്താനായിട്ടാണ്. അവർക്ക് അങ്ങനെ ശബ്ദം പുറത്തെത്തിക്കാനോ അതിനോട് ചേർന്ന് നിൽക്കാനോ ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുക, അതിനുള്ള ഒരു അവസരമോ ഒരു വഴിയോ വെട്ടാൻ ഒരാൾ ഇല്ലാതെ പോയി എന്നുള്ളതായിരിക്കും ചിലപ്പം ഇവരെയൊക്കെ അടക്കി നിർത്തിയിരുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്ന ഒരു കാര്യം, നമ്മൾ എത്ര പേർ കോടതിയുടെ ഒരു സൈറ്റിലേക്ക് വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളിത് ഇങ്ങനെ കോക്രോച്ച് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾക്ക് അതിലൊരു രോഷം, അങ്ങനെ കാണേണ്ടവരാണോ നമ്മൾ, ആരാണ് നമ്മളെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സിസ്റ്റത്തിനെതിരെ എന്ന പോലെ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പേജ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലൊരു വലിയ ഒരു മാസ് ഓഡിയൻസിൻ്റെ അസ്വസ്ഥതയും പ്രതിഷേധവും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടം വന്നതോടുകൂടി ആദ്യം പേടിച്ചതും ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. അവർ നല്ല കണ്ട് പേടിച്ചെന്ന് മാത്രമല്ല, ഇവർ വിളിച്ചു പറയുന്നത്, ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒന്ന് റിട്ടയർഡ് ജഡ്ജിമാർക്ക് മറ്റ് പോസ്റ്റ് റിട്ടയർമെൻ്റ് ആയിട്ട് മറ്റ് പദവികൾ നൽകരുത് എന്നുള്ളത്. 50% വനിതാ സംവരണം. നമ്മളൊരു ലോക്സഭയിൽ മുഴുവൻ അത്രയധികം ചർച്ചകൾ 2 സഭകളിലും നടന്നതുമാണ്. അതിൽ 50% എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടല്ല, നിലവിലെ സ്ഥിതിയിൽ തന്നെ വേണമെന്നുള്ളതാണ്. പിന്നെ വോട്ട് വെട്ടുന്നവർ കർശന നടപടിയെടുക്കണം എന്നുള്ളത്, അതായത് അംഗീകൃതമായ വോട്ട് ആളുകളുടെ വെട്ടിക്കളയുന്നത് കർശനമായ നടപടിയെടുക്കണം എന്നുള്ളത്. എന്തു തുടങ്ങിയ 5 എണ്ണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റേ പെട്ടെന്ന് ആലോചിച്ച് സർഷൻ ചേട്ടൻ ഓർമ്മ കിട്ടുന്നുണ്ടോ എന്തായിരുന്നു എന്നുള്ളത്? അതെ 1-2 കാര്യങ്ങൾ. അതെ ശരിയാ. അതായത് നിയമപരമായി നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ മറ്റുള്ള കൂറുമാറ്റം MLA-മാരുടെ MP-മാർ, അത് വളരെ ഈ സമകാലിക ഇന്ത്യയിൽ ഇത്രയധികം നടക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ യൂത്ത് ശ്രദ്ധിക്കുന്നു, അതിനോടൊക്കെ ഐക്യപ്പെടുന്നു, ഇതിലൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് ഇത്രയധികം ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. അത് ഒരു ഭയങ്കര, അതായത് ഒരു കാര്യമുണ്ടാകുമ്പോൾ അതിനെ റാങ് മൂളി അംഗീകരിക്കുന്നവർ മാത്രമല്ല, ഇത്രയും അധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരെ ഏറ്റവും അധികം പേടിച്ചത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇവരുടെ അക്കൗണ്ടുകൾ പല വഴിക്ക് സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതുമാത്രമല്ല പൂട്ടി. അപ്പോൾ വീണ്ടും അവർ ഫൈറ്റ് ചെയ്ത് തുടർന്നു വരുന്നു. അപ്പോൾ ഇപ്പം നീറ്റ് എന്നുള്ളൊരു വിഷയം അവിടെ വരികയാണ്. അത് ഡയറക്റ്റായിട്ട് യൂത്തിനെ ബാധിക്കുന്നത്. അത് നമുക്ക് തന്നെ ഇനി അതിൽ എന്തെങ്കിലും സംശയം ആർക്കുമില്ല. കാരണം അത്രയധികം വർഷങ്ങളായി തന്നെ നീറ്റ് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിച്ചു വരാൻ പറ്റുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ്, എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി എന്ന് പോലും ചോദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇന്ന് തന്നെ CBSE പോർട്ടലിൽ വീണ്ടും ആ പിഴവുകൾ ആവർത്തിക്കപ്പെടുകയാണ്. അവർക്ക് പോർട്ടൽ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ 22 ലക്ഷം പേര് നീറ്റുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നു. 10-17 ലക്ഷം കുട്ടികൾ നിലവിൽ CBSE-യുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ വിഷയങ്ങളിലായി ഒരു 5 ഈ പറയുന്ന പോലെ 55 ലക്ഷം വിദ്യാർത്ഥികൾ തന്നെ ഈ ഘട്ടത്തിൽ പല രീതിയിൽ ഇവരുടെ തെറ്റായ പിടിപ്പുകേടുകൊണ്ട് ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിലവിൽ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉയരും. ഇനി ഈ ജന്തർ മന്ദറിൽ എന്ന് തന്നെ ചരിത്രത്തിൻ്റെ ആവർത്തനമാകുമോ ഇത് എന്നുള്ളതാണല്ലോ ഒരു ആശങ്ക. കാരണം നേരത്തെ ഇതുപോലെ ഒന്ന് തുടങ്ങിയതായിരുന്നല്ലോ അണ്ണാ ഹസാരെ 2011 ജന്തർ മന്ദറിൽ ഇതുപോലെ അന്നത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് ചില അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ നടന്നതായിരുന്നല്ലോ തുടക്കം. അന്നും വളരെ ചുരുക്കമായിരുന്നു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റുകളൊക്കെ. പക്ഷേ ഇവർക്ക് അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു സൈഡ് വൈസ് ആയിട്ട്. പിന്നീടാണല്ലോ കേജ്രിവാൾ ഇത് രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. കേജ്രിവാൾ അണ്ണാ ഹസരേക്കാളും ഈ പറയുന്ന പോലെ ചെറുപ്പമായിരുന്നു ആ ഘട്ടത്തിൽ. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് അഭിജിത് ദീപ്കയെ തോന്നുന്നത്. അദ്ദേഹം ഇപ്പോൾ തെരുവിലിറങ്ങിയാലേ ഇത് നമ്മൾ ഈ ഓൺലൈനിലുള്ളത് ഒരു ഉപരിപ്ലവം മാത്രമാകും എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഘട്ടത്തിലാണ് ജന്തർ മന്ദറിലേക്ക് വരുന്നത്. അപ്പോൾ ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. അതിൽ നമ്മളൊക്കെ ഇവിടുന്ന് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ കേന്ദ്രം വലിയ ആശങ്കയോടെ തന്നെയായിരിക്കും ഇതിനെ കാണുന്നത്. കാരണം എല്ലാ തരത്തിലും ഇവരെ മ്യൂട്ട് ചെയ്യാൻ ഓൾറെഡി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിലെ നെല്ലും പതിരും കൃത്യമായി തിരിച്ചറിയാനും ആളുകൾക്ക് പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം
ഇനി വേറെ എന്തെങ്കിലും മുഖേനയായിട്ട് ഇതിനെ ന്യായീകരിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു രാഷ്ട്രീയ നിറം നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കൊടുക്കാനില്ല. ഇവർ കോൺഗ്രസ് ആണെന്നോ, ഇവർ CPM ആണെന്നോ, ഇവർ ആപ്പാണെന്നോ, വേറെ ഏതെങ്കിലും SP ആണെന്നോ ഒന്നും പറയാനില്ല. കാരണം ഇത് അങ്ങനെയല്ല. ഒരു കൂട്ടം അസംതൃപ്തരുടെ, ഇപ്പോൾ ഈ ബൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു രാഷ്ട്രീയ നിറമില്ല. അതുകൊണ്ട് ആ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സർക്കാരിനെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു വികാരം എന്ന നിലക്ക് തന്നെയാണ് നിലവിൽ നമ്മൾക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെ കുറച്ചുകൂടി ഭയക്കേണ്ടിയിരിക്കുന്നു. നമ്മളല്ല, നിലവിൽ അധികാരത്തിലുള്ള ആളുകൾ. നമുക്കതിൻ്റെ വാർത്ത കൊടുക്കാൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ. അല്ല, ഇതിനകത്ത് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയയുടെ കാലം കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് അതിന് രൂപാന്തരം വരിക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പ്രവചിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്തായാലും ഇതൊരു അത്ഭുതം പോലെയാണ് ഒരു പ്രതിഷേധ സ്വരം ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഉയർന്നു വന്നത്. അത് ഒരൊറ്റയാളുടെ ചിന്തയാണ്. ആ ചിന്ത പക്ഷേ അതിനപ്പുറത്തുള്ള വ്യാപ്തിയിലേക്ക് ഇത് വളരുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇവരുടെ മുദ്രാവാക്യങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ആരും പറയാത്തതാണ്. അങ്ങനെയല്ല. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പോയിന്റിൽ ഈ വിഷയത്തിൽ ആളുകൾക്ക്, ഈ സാധാരണ മുഴുവൻ ആളുകൾക്കും ഒരേ സ്വഭാവത്തോടെ, ചെറുപ്പക്കാർക്ക് ഇതുപോലെ ഐക്യപ്പെടാൻ പറ്റുന്ന തരത്തിൽ ആ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവരും പറയുന്ന പോയിന്റുകളൊക്കെ തന്നെയാണിത്. ഈ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ CPIM-ൻ്റെ നേതൃത്വം അടക്കം, അങ്ങനെ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതികരിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെ. പക്ഷേ ഈ അതിർത്തിയെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അതിനെ ഇങ്ങനെ പ്രവഹിപ്പിക്കാനും പറ്റുന്ന ഒരു സംവിധാനമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറി. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ ഒന്ന് നേരിട്ട് അവരെ, അതായത് ഇവിടെ ചെറുപ്പക്കാരെ അപഹസിച്ചു നീതിപീഠം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുകയും ആ പ്രയോഗം തന്നെ എടുത്ത് പാർട്ടിയുടെ പേരായിട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസിക്ക് അതുമായിട്ട് കണക്റ്റായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒരു വിഷയം പറയുന്നത് പോലെയോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വിഷയം പറയുന്നത് പോലെയോ അല്ല കോക്രോച്ച് ജനതാ പാർട്ടി. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേര് ഒരു ജെൻസിക്കിടയിൽ വേറൊരു തരത്തിൽ തന്നെയാണ് അത് സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം, ഇതിന് വേറെ എന്തെങ്കിലും തരത്തിൽ ഈ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തോടുള്ള ഒരു അതൃപ്തി, എല്ലാ കാലത്തും വലിയ വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൃപ്തി തന്നെയാണ് ആ കാലത്ത്. പക്ഷെ അതിനെ പ്രത്യയശാസ്ത്രപരമായി എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയും, ഒരു ആശയപരമായി എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയും ഈ ഇത്തരമൊരു മുദ്രാവാക്യത്തിന് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ വേണം കാണാൻ. ജെൻസി വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വേറെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്നാൽ ഇത് തെരുവിലേക്ക് വരുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ സർക്കാരിനുണ്ടായിരുന്നു, ഭരണകൂടത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എക്സ് അക്കൗണ്ട് മരവിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. അല്ലെങ്കിൽ വളരെ ശക്തമായി ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും CPM-നും ഒന്നും എതിരെ അല്ല സോഷ്യൽ മീഡിയയിലെ BJP സൈബർ ഹാൻഡിലുകൾ ഓവർടൈം പണിയെടുക്കുന്നത്. അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയാണ്. അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. തെരുവിലിറങ്ങിയാൽ കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള ഭീഷണി ഇങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP പ്രവർത്തകരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ധാരാളം പ്രവഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളപ്പോൾ പിന്നെ ഒരു രാഷ്ട്രീയ പരിചയം ഇല്ലാത്ത ഒരാളാണോ ഇതിന് തുടക്കം ഇടുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടിയുടെ സമരത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വോളണ്ടിയറായി പങ്കെടുത്തിട്ടുള്ള ആളാണ് അഭിജിത്ത് ദീപ്കെ. അയാളാണ് ഈ പ്രസ്ഥാനവുമായി പുതിയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഇതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം ഉണ്ടാകുമോ, അത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം എന്തായാലും തെരുവിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം പഠിക്കുകയായിരുന്നു അവിടെ ബോസ്റ്റണിൽ. അദ്ദേഹം അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തിരിച്ചെങ്കിലും വരണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വരികയാണ്. വേറൊരു കാര്യം, അദ്ദേഹത്തിന് ശോഭനമായ ഒരു കരിയർ ഉണ്ടായിരുന്നു. വേറൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ അദ്ദേഹത്തിന് മറ്റൊരു കരിയർ അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്നു. ആ കഴിവ് അദ്ദേഹം തെളിയിച്ചതുമാണ്. പക്ഷേ അത് വേണ്ടാന്ന് കൂടി തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ തന്നെ ആ സാധ്യത വളരെ വർദ്ധിപ്പിച്ചതാണ്. പക്ഷേ അത് വേണ്ട, അദ്ദേഹം ഈ പോരാട്ട വേദിയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വീട്ടുകാർ സമ്മതിക്കുമോ എന്നുള്ളത് കാത്തിരുന്നതാണ്. കാരണം അവരുടെയൊക്കെ ബൈറ്റ് കണ്ടപ്പോൾ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരാകെ അമ്പരന്നിരിക്കുകയാണ്. ഈ അഭിജിത്ത് ദീപ്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. ഇനി ഇവിടെ ഇതിനെ ഏറ്റെടുക്കാൻ ആരുണ്ട്? ഒരു മിനിമം ഇപ്പം TVK തമിഴ്നാട്ടിലുണ്ടായപ്പോൾ ചെങ്കോട്ടയ്യനെ പോലെ കൃതഹസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ കൈകൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം കൂടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനാര് കൈകൊടുക്കും? അതോ ഇതങ്ങനെ ആരും കൈകൊടുക്കാനില്ലാത്ത ഒരു സംവിധാനമല്ല, ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് എന്നും കരുതിക്കൂടായികയില്ല. ഒരുപക്ഷെ അങ്ങനെയും ആകാം. അങ്ങനെയാണോ ഇത് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ്. കാരണം സിസ്റ്റത്തോടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തും. എല്ലാ കാലത്തും മധ്യവർഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ചിലരൊക്കെ ഇങ്ങനെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. മധ്യവർഗത്തിൻ്റെ അതിർത്തിയാണ് എല്ലായ്പ്പോഴും വലിയ ഒരു പ്രദേശത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കുക.
മധ്യവർഗത്തിൻ്റെ അതൃപ്തി പരിഹരിക്കാൻ വേണ്ടിയുള്ള ആ മൂവ്മെൻറ്റിലാണ് അല്ലാത്ത ആളുകളും സാധാരണ പാവപ്പെട്ടവരും എല്ലാം അണിനിരക്കുക. ആ രീതിയിലാണ് എല്ലാ കാലത്തും ബഹുഭൂരിപക്ഷം സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ മാറ്റങ്ങൾ ആ നിലയ്ക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ആ നിലയ്ക്കുള്ള ഒരു മുന്നേറ്റം ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. കുറേ ആളുകളുടെയൊക്കെ ഒരു പിന്തുണ ഒരു പക്ഷേ നേടാൻ കഴിഞ്ഞേക്കാം. പിന്നെ ഭരിക്കുന്നത് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഒരു മൂവ്മെൻറ്റിനെ കൈകാര്യം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഏറ്റവും വലിയ സംഘടനാബലമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ സമരങ്ങളെപ്പോലും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കർഷക സമരം ഒഴിച്ച് ബാക്കി എല്ലാ സമരങ്ങളെയും ഒരു തരത്തിൽ ഇപ്പം CAA NRC പ്രക്ഷോഭം പോലും അത് വലിയ പ്രക്ഷോഭമായി വന്നെങ്കിലും ആ പ്രക്ഷോഭത്തെ സർക്കാരിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. പിന്നീടായാലും അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ആ സമരക്കാരെ തള്ളിയിടാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കൺമുന്നിലുള്ള ഒരു സംഗതിയാണ്. അപ്പുറത്ത് കർഷക സമരം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണെങ്കിലും കർഷക സമരത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാമല്ലോ. അതായത് അതിനൊരു ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകർ അതിനോട് ഐക്യപ്പെട്ടു. പിന്നെ അത് വളരെ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. അതിന് സമാന്തരമായ ഇടത് പാർട്ടികളുടെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. അത് ആകെ വിജയിച്ച സമരം കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ആകെ വിജയിച്ച ഒരു സമരം എന്ന് പറയാവുന്നത് കർഷക സമരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സമരങ്ങളെ എങ്ങനെ ബാക്കി ഇവരെ അതിനേക്കാൾ എത്ര നിസ്സാരമായാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇവർ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പിന്നെ കോക്രോച്ചാണ് അത് എത്ര ശ്രമിച്ചാലും അങ്ങനെ കെട്ടൊടുങ്ങാത്ത ഒരു ജീവിവർഗമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു 5 ദിവസം കൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയെയും രാജ്യത്തെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിനെയും സോഷ്യൽ മീഡിയയിൽ മറികടന്ന ഓൺലൈൻ മൂവ്മെൻറ്റാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്ന പേര് ചീഫ് ജസ്റ്റിസ് യുവാക്കളെക്കുറിച്ച് സംസാരിച്ച പ്രസംഗത്തിൽ നിന്ന് വന്നതാണെങ്കിലും നിലവിൽ രാജ്യത്ത് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം. നീറ്റ് അടക്കമുള്ള മത്സര പരീക്ഷകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളാണ് CJP പ്രധാന രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നത്. ശ്യാമിലി, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്തുകയാണ്. ഈ നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഈ CBSE-യുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ആ സാധ്യത കൂടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അവരതിന് കാത്തിരുന്നതാവാം. അതിനൊരു പ്രക്ഷോഭ രൂപം ഉണ്ടാകുമോ? ഈ മധ്യവർഗത്തിൻ്റെ അതൃപ്തിയെ ടാപ്പ് ചെയ്യാൻ തക്കവണ്ണം ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നത് കാത്തിരിക്കുമ്പോൾ അത് സംഭവിക്കുന്നുമില്ല. അപ്പോൾ അതൊരു സാധ്യതയാണ്. ആ വാക്കും അവിടെയുണ്ട്, വിളിച്ചു പറയുന്നു. അതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിച്ചതും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഉയർത്തിയ പ്രതിഷേധവുമെല്ലാം കേന്ദ്ര സർക്കാരിനെ യഥാർത്ഥത്തിൽ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണതഫലമായിരുന്നു അക്കൗണ്ട് പൂട്ടിക്കൽ അടക്കമുള്ള നടപടികൾ. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ കോക്രോച്ച് കൂട്ടം തെരുവിലിറങ്ങുന്നത് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്നുറപ്പാണ്. സോഷ്യൽ മീഡിയയിൽ ഈ പൂട്ടിച്ചതുപോലെയൊക്കെ എളുപ്പമാകുമോ തെരുവിലിറങ്ങുന്ന യുവാക്കളെ നേരിടാനെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ആക്ഷേപഹാസ്യമായി ആരംഭിച്ച് തെരുവിലേക്ക് എത്തുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രത്യക്ഷ സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നതോടെ CJPക്ക് എത്രമാത്രം ജനപിന്തുണ ഉണ്ടാകും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ജന്തർ മന്ദറിലെ സമരത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെയാകും നേരിടുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.